കോറിലേഷൻ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോറിലേഷൻ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കോറിലേഷനും കൂടിയാണ്. ഇനി പറയുന്നത് പോസിറ്റീവ് കോറിലേഷൻ, അതിനുള്ള എക്സാമ്പിൾസ്. പോസിറ്റീവ് കോറിലേഷൻ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആവണം എന്നില്ല. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനുള്ള എക്സാമ്പിൾസാണ് ഈ കാണുന്നത്. ഇപ്പോൾ പെർഫെക്റ്റ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നെഗറ്റീവ് കോറിലേഷനും കൂടിയാണ്. പക്ഷെ നെഗറ്റീവ് കോറിലേഷൻ എന്തായിക്കൊള്ളണം എന്നില്ല, പെർഫെക്റ്റ് നെഗറ്റീവ് ആവണം എന്നില്ല. If the correlation between two variables is unity, there is dash between the variables. കോറിലേഷൻ്റെ വാല്യൂ 1 ആണെങ്കിൽ പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. പെർഫെക്റ്റ് കോറിലേഷൻ ആണ് ആൻസർ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ടു വേരിയബിൾസ് ഹാവിൻ ഡാഷ് കോറിലേഷൻ. ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള കോറിലേഷൻ പോസിറ്റീവ് കോറിലേഷനാണ്. Yield of paddy and the amount of fertilizers used for its cultivation are variables with yieldum amount of fertilizers used positive correlation example ആണ്. Perfect correlation indicates പെർഫെക്റ്റ് കോറിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ആറിൻ്റെ വാല്യൂ +1 ആവണം, അല്ലെങ്കിൽ -1 ആവണം. ആൻസർ ഈസ് ബി. ദെൻ ഇൻഡിക്കേറ്റ് ദ ടൈപ്പ് ഓഫ് കോറിലേഷൻ. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇൻ്റലിജൻസ് ആൻഡ് ബ്യൂട്ടി 0 കോറിലേഷൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ പോസിറ്റീവ് കോറിലേഷൻ ആണ്. പ്രൈസ് കൂടുന്തോറും ഡിമാൻഡ് കുറയും, ഇപ്പം നെഗറ്റീവ് കോറിലേഷൻ. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് ദ കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് 0.6, ദെൻ ദ കോറിലേഷൻ ബിറ്റ്വീൻ x+5 ആൻഡ് 2y ഈസ്. എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ 0.6 ആണെങ്കിൽ x+5ഉം 2yയും തമ്മിലുള്ള കോറിലേഷനും 0.6 ആയിരിക്കും. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരു വേരിയബിള് ചേഞ്ച് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് മറ്റൊരു വേരിയബിള് ചേഞ്ച് ആവുന്നുവെങ്കിൽ ആ കോറിലേഷന് എന്താണ് പറയുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഒരു വേരിയബിള് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ചേഞ്ച് വരുന്നതെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇൻഡിപെൻഡൻ്റ് ആയ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ എന്താണ്? ഇപ്പം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ കോറിലേഷനാണ് 0. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെ കോറിലേഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അത് -1 to +1 വരെ ആവും. കോറിലേഷൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. അതിലൊരു പ്രോപ്പർട്ടി പറയുന്നത് കോൺസ്റ്റൻ്റ്, ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് വേരിയബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും കോറിലേഷനിൽ യാതൊരുവിധ ചേഞ്ചും വരില്ല. അതായത് പ്രോപ്പർട്ടി നമ്പർ 1ഉം 2ഉം ആ മാർക്ക് ചെയ്തൊന്ന് നോക്കുക. മാച്ച് ദ ഫോളോയിങ്. നോ കോറിലേഷൻ ആണ് ഫസ്റ്റ് വൺ. കോറിലേഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ 0. അപ്പോൾ ഡി ഓപ്ഷനാണ്. കൊവേരിയൻസ് ഓഫ് XY ഡിവൈഡഡ് ബൈ σx ഇൻറ്റു σy, അത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്, അതായത് സി ഓപ്ഷൻ. 1 - 6 ഇൻറ്റു σ d² ബൈ n³ - n,
സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്, അതായത് ഓപ്ഷൻ നമ്പർ എ. ദെൻ പെർഫെക്റ്റ് കോറിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ആറിൻ്റെ വാല്യൂ +or-1, ഓപ്ഷൻ നമ്പർ ബി. ദെൻ നെക്സ്റ്റ് വൺ, if the correlation between the variables x and y is 0.5, then the correlation between 2x and 2y is. ഇപ്പം ഇവിടെയും കോറിലേഷൻ എക്സ് ആൻഡ് വൈ 0.5 ആണെങ്കിൽ 2x and 2y തമ്മിലുള്ള കോറിലേഷനും 0.5 തന്നെയാണ്. ടൈപ്പ് ഓഫ് കോറിലേഷൻ പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് കൂടുന്തോറും ഇൻറ്റൻസിറ്റി ലൈറ്റിൻ്റെ തീവ്രത കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം നെഗറ്റീവ് കോറിലേഷനാണ്, ഒന്ന് കൂടുമ്പോൾ നെക്സ്റ്റ് വേരിയബിൾ കുറയുക. ദെൻ സെക്കൻഡ് വൺ, ഹൈറ്റ് ആൻഡ് സ്കോർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഉയരവും സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള മാർക്കും തമ്മിൽ ഒരു കോറിലേഷനും ഇല്ല, 0 കോറിലേഷൻ. നെക്സ്റ്റ് വൺ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. വരുമാനവും ചിലവും തമ്മിൽ പോസിറ്റീവ്. ലെങ്ത് ഓഫ് എ സൈഡ് ആൻഡ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. ഒരു സ്ക്വയറിൻ്റെ ലെങ്ത്തും പെരിമീറ്ററും തമ്മിലുള്ള കോറിലേഷൻ പോസിറ്റീവാണ്. അതായത് സൈഡിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ പെരിമീറ്റർ കൂടും, അല്ല സൈഡിൻ്റെ ലെങ്ത്ത് കുറയുന്നുവെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവും കുറയും. എല്ലാ പോയിന്റ്സും ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ നിന്ന്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് സ്ട്രൈറ്റ് ലൈനായി വരുന്നുവെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ഏതാണെന്ന് ചോദ്യം. പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ 1 ആണ്. ഇനി കോറിലേഷൻ 6 കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊവേരിയൻസ് ഓഫ് XY ഡിവൈഡഡ് ബൈ σx ഇൻറ്റു σy ഈക്വൽ ടു 1 ആണ്. അതിൽ നിന്ന് കൊവേരിയൻസ് ഓഫ് XY ഈക്വൽ ടു σxഉം σyനെയും 1ൻ്റെ കൂടെ കൊണ്ടുവരിക. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1 ആണ് കറക്റ്റ് ആൻസർ. The relation between radius and area of circle is an example of positive correlation. Perfect positive ആണ്. The maximum value of coefficient of correlation is. Coefficient of correlationന്റെ maximum value എത്രയാണെന്ന്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ റേഞ്ച് ചെയ്യുന്നത് -1 തൊട്ടിട്ട് +1 വരെയാണ്. മിനിമം വാല്യൂ -1ഉം മാക്സിമം വാല്യൂ +1ഉം. ബി ആണ് ആൻസർ. The next one, the value of coefficient of correlation. Coefficient of correlation -1 to +1 വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, the coefficient of correlation will be. കോറിലേഷൻ്റെ കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ 0 ആവാം. -1 to +1 വരെ റേഞ്ച് ചെയ്യുമ്പോൾ -1 മുതലുള്ള മൈന്യൂട്ട് വാല്യൂസ്, അതിൻ്റെ ഇടയിൽ 0 വരും, ദെൻ കണ്ടിന്യൂ ചെയ്തിട്ട് 1 വരെയുള്ള വാല്യൂസ്. ഓപ്ഷൻ ഡി ആൻസർ. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കോറിലേഷൻ 0.3 ആണെങ്കിൽ 2xഉം yയും തമ്മിലുള്ള കോറിലേഷൻ എത്രയാണെന്ന് ചോദ്യം. അപ്പം നേരത്തെ കോറിലേഷൻ്റെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിരുന്നു ഒരു ചേഞ്ചും വരില്ല, സെയിം കോറിലേഷൻ 0.3 തന്നെ. The next one, if the value of Pearson's coefficient of correlation calculated for mark in statistics and economics of 100 student is 0.9. ഇപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് 0.9 ആണെങ്കിൽ there exists a high positive correlation. അവർ തമ്മിൽ നല്ല പോസിറ്റീവ് കോറിലേഷനാണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, സെയിം ടൈപ്പ് എക്സും വൈയും തമ്മിലുള്ള കോറിലേഷൻ 0.4 ആണെങ്കിൽ ആ വേരിയബിളിന്റെ കൂടെ എന്ത് കൂട്ടിയാലും കുറച്ചാലും ഗുണിച്ചാലും ഹരിച്ചനാണ്. അപ്പോൾ ഓപ്ഷൻ ബി. ദെൻ ഇനി കുറച്ച് പോയിന്റ്സ്, കോറിലേഷൻ ചാപ്റ്ററിൽ കുറച്ച് പോയിന്റ്സുകൾ നോക്കാം. അപ്പോൾ ഒരു പോയിന്റ്, ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഗ്രാഫിൽ ഇടതുവശം താഴെ നിന്ന് വലതുവശം മേലേക്ക്
പോയിന്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്കാറ്റർ പ്ലോട്ട് പോസിറ്റീവ് കോറിലേഷൻ. ഇനി സെക്കൻഡ് വൺ നോക്കൂ. ഈ കാണുന്നത് ഇടതുവശത്തുനിന്ന് മേലെ നിന്നിട്ടാണ് പോയിന്റ്സുകൾ തുടങ്ങുന്നത്. എവിടേക്ക് വരുന്നു? ഇടതുവശം മേലെ നിന്ന് വലതുവശം താഴത്തേക്ക്, മേലെ നിന്ന് താഴത്തേക്കാണ് പോയിന്റുകൾ വരുന്നതെങ്കിൽ ഇത് നെഗറ്റീവ് കോറിലേഷന്റെ സ്കാറ്റർ പ്ലോട്ടാണ്. ഇനി കാണുന്ന സ്കാറ്റർ പ്ലോട്ടിൽ പോയിന്റുകൾ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അതിങ്ങനെ ചിന്നിച്ചെതറിയിട്ട് അവിടെ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് സീറോ കോറിലേഷനാണ്. ഇനി ഈ സ്കാറ്റർ പ്ലോട്ടിൽ ഇടതുവശത്തുനിന്ന്, താഴെ ഇടതുവശത്തുനിന്നാണ് തുടങ്ങുന്നതെങ്കിലും അത് പോകുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോണത് വലതുവശത്തേക്ക്. ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ഇത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷനാണ്. അതേസമയം ഇടത് വശം മേലെ നിന്ന് വലതുവശം താഴത്തേക്ക് കിടക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ്റെ സ്കാറ്റർ പ്ലോട്ടാണ്. ഇനി കാൾ പിയേഴ്സന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. RXY ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് XY ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. കോവേരിയൻസ് ഓഫ് XY കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല 1/n സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയുണ്ട്. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ആ ടിക്ക് മാർക്ക് ചെയ്തത് നോക്കുക. അത് കൊവേരിയൻസ് ഓഫ് XY എന്നുള്ള ഫോർമുലിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് 1/n സിഗ്മ എക്സ് വൈ മൈനസ് എക്സ് ബാർ വൈ ബാർ എന്നുള്ള ഫോർമുല കിട്ടുന്നത്. ഇനി അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് ഫോർമുല നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. ഈ കാണുന്ന മൂന്നെണ്ണത്തിൽ ഏത് ഫോർമുല വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, കാൾ പിയേഴ്സന്റെ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ പോസിറ്റീവ് 1 ആണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് ആണ്. R ഈക്വൽ ടു -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് ആണ്. R ഈക്വൽ ടു 0 ആണെങ്കിൽ സീറോ കോറിലേഷൻ ആണ്. ഇനി ആറിൻ്റെ വാല്യൂ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആറിൻ്റെ വാല്യൂ പോസിറ്റീവ് 1ൻ്റെയും 0ൻ്റെയും ഇടയിലാണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ പറയും. നെഗറ്റീവ് 1ൻ്റെയും 0ൻ്റെയും ഇടയിലാണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയും. കോറിലേഷൻ ആറിൻ്റെ വാല്യൂ 0.5നേക്കാളും കുറവാണെങ്കിൽ വെരി ലോ പോസിറ്റീവ് കോറിലേഷൻ ആണ്. ആറിൻ്റെ വാല്യൂ 0.5നേക്കാളും കൂടുതൽ എന്നാൽ 0.58നേക്കാളും കുറവാണെങ്കിൽ മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇനി കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.8നേക്കാളും കൂടുതലും 1നേക്കാളും കുറവുമാണെങ്കിൽ ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പോൾ ഇതേ റേഞ്ചുകൾ തന്നെ നെഗറ്റീവിലാണ് വരുന്നതെങ്കിൽ ലോ നെഗറ്റീവ് കോറിലേഷൻ, മോഡറേറ്റ് നെഗറ്റീവ് കോറിലേഷൻ, ഹൈ നെഗറ്റീവ് കോറിലേഷൻ അങ്ങനെ എഴുതാനും കൂടെ പഠിക്കണം. നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ കോറിലേഷൻ കണ്ടുപിടിക്കണം. ആ ടൈപ്പിൽ വരുമ്പോഴാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ എന്നുള്ള മെത്തേഡ് ചെയ്യുന്നത്. റാങ്ക് കോറിലേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് സ്പിയർമാൻസിൻ്റെ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അതിൽ n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ്. ഡി എന്ന് വെച്ചാൽ ഡിഫറൻസ് ഓഫ് റാങ്ക്സ് ആണ്. രണ്ട് ഇൻഡിവിജ്വൽ തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് റാങ്ക് ആണ്. ഇനി ഫോർമുല പറയുന്നത് റോ ഈക്വൽ ടു 1 - 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 ആണ്. അല്ലെങ്കിൽ മീൻസ് ഡിനോമിനേറ്ററിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1നെ n³ മൈനസ് n ആക്കിയിട്ട് എഴുതാം. ഇനി റിപ്പീറ്റഡ് റാങ്ക് വരുമ്പോൾ ഈ ഫോർമുല വേണം അപ്ലൈ ചെയ്യാൻ.
1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ പ്ലസ് കറക്ഷൻ ഫാക്ടർ ഡിവൈഡഡ് ബൈ എൻ ക്യൂബ് മൈനസ് എൻ ആണ്. അപ്പം എന്താണ് കറക്ഷൻ ഫാക്ടർ എന്നുള്ളത് പറയുന്നു. കറക്ഷൻ ഫാക്ടർ ഈക്വൽ ടു സിഗ്മ എം ക്യൂബ് മൈനസ് എം ഡിവൈഡഡ് ബൈ 12 ആണ്. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് ഐറ്റംസ് വിത്ത് കോമൺ റാങ്ക്, അതായത് കോമൺ റാങ്ക് ഉള്ള ഐറ്റം എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് എം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോറിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ വൺ വേർഡ് ആയി ചോദിക്കാൻ